ഹലോ, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസുമായി ക്ലബ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഒരു പ്രണയത്തിലാവുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒരു തീരുമാനത്തിലാണ് നമ്മൾ പ്രണയിക്കുന്നത്, പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കില്ല എന്ന്. എന്നാൽ ജീവിതം എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞതാണോ? അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്യും. നമുക്കൊക്കെ പ്രണയത്തിൽ സംശയങ്ങളും ഉണ്ടാവും. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, SMS വഴിയും ഫേസ്ബുക്കിലൂടെയും. ഈ ചോദ്യങ്ങൾക്ക് പക്ഷെ ഇന്ന് ഉത്തരം പറയുന്ന ഞാൻ റീനു മാത്രമല്ല കേട്ടോ. എൻ്റെ കൂടെ ഒരു വെരി ഫേമസ് സെലിബ്രിറ്റിയും കൂടിയുണ്ട്. ഗൗതമി നായരാണ് ഇന്ന് ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം തരാം. ഹായ് ഗൗതമി. ഹായ് റീനു. ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ഉത്തരങ്ങളൊക്കെ റെഡി ആയിരിക്കും അല്ലേ? ഹോപ്പ്ഫുള്ളി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, കേട്ടോണ്ടിരിക്കുക ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. You're listening to Club FM Love Bites with me, Gautami. Gautami, tell me, what is love for you? Love എന്ന് പറയുമ്പം there's so much of happiness when you think of it at some points. പിന്നെ സങ്കടവും വരും. പിന്നെ it's something that gives pain and pleasure at the same point, according to me. ഗൗതമിയുടെ ആദ്യത്തെ ലവിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയോ? ആദ്യത്തെ ലവ് എന്ന് പറയാൻ പറ്റൂല, ബട്ട് ഒരു ഇൻഫാക്ച്വേഷനോ ഒരു ഫീലിങ്ങോ ഒരു സർട്ടൻ ലൈക്കിംഗ് ടുവേർഡ്സ് എ ഗൈ, അത് സ്കൂളിൽ വെച്ചായിരുന്നു എൻ്റെ ഏതൊരു സീനിയർ. എന്നിട്ട് എന്ത് പറ്റി, അത് വലിയൊരു ചേട്ടനായിരുന്നു. അവസാനം ഒന്നും നടന്നില്ല, ഞാൻ ഇഷ്ടപ്പെട്ട് നടന്നു, ആ ചേട്ടൻ ഇറങ്ങാണ്ടൊക്കെ പോയി. അതായത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലാ പ്രണയം വെച്ച് നടന്നു, പൂവണിഞ്ഞില്ല. ഇല്ല, അതല്ലെങ്കിലും അണയത്തില്ല, എനിക്ക് അറിയായിരുന്നു. ബിക്കോസ് ഞാനൊരു കൊച്ചു ഓപ്പരി സാധനം, ഇത് ഇത്രയും വലിയൊരാളാകുമ്പോ കൊച്ചൂപ്പര LPയിലും മറ്റേ ആൾ ഹൈസ്കൂളിലും ആവാനുള്ള സാധ്യതകൾ ഞാൻ തള്ളി കളയുന്നില്ല. ഇല്ല, LPയിലൊന്നും ഇല്ലായിരിക്കും. അപ്പൊ എനിക്ക് ഇതിന്റെ അറിവോ ഒന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടെ ഒരു ഇതിനെ കുറിച്ചൊക്കെ സിനിമ കണ്ടൊരു വിവരം വന്നപ്പോഴത്തേക്കും എന്ന് പറയാം. ഗൗതമി, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ഇനി നമുക്ക് അവരെ കാത്തിരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ക്ലബ് FMലെ മനോഹരമായ ഈ ഗാനങ്ങൾക്ക് ശേഷം കൂടെ ഉണ്ടാവും റീനു, ഗൗതമി നായർ. സ്കൂളിലൊരു സംശയമാണെങ്കിൽ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കാം, വീട്ടിലൊരു സംശയമാണെങ്കിൽ പേരൻസിന്റെ അടുത്ത് ചോദിക്കാം. പ്രണയത്തിലൊരു സംശയം ബോർഡ് ചെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ ഗൗതമി നായർ. ഗൗതമി, നമുക്കൊരു ചോദ്യം വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? രമ്യ ഒരു ആൺകുട്ടിയായിട്ട് പ്രണയത്തിലാണെന്നാ വിശ്വസിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ കാണുന്നൊരു കുട്ടി, അവൻ വേറെ സ്കൂളില. അപ്പൊ ഇവനെ കണ്ടു കഴിയുമ്പോ രമ്യ ആകെ എക്സൈറ്റഡ് ആവും, ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക് എന്നൊക്കെ പറയണ പോലെ. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സ്കൂളിൽ പഠിക്കുന്നോണ്ട് ഐ എം ഷുവർ അത്രയ്ക്ക് മെച്യൂരിറ്റി കാണത്തില്ലായിരിക്കും. 12th 11th എന്തായാലും മെച്യൂരിറ്റി ലെവൽ എന്തായാലും ഏകദേശം എനിക്കൊരു ഐഡിയ കാണും എന്തുമായിരിക്കും. സ്വന്തം സ്കൂളിലും കൂടിയല്ല. അപ്പം ഇങ്ങനെ നമ്മള് ജീവിതത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ കാണും. ചിലർക്ക് സൗന്ദര്യം കൂടുതലായിരിക്കും, ചിലർക്ക് അത്ര സൗന്ദര്യം കാണത്തില്ല. പക്ഷെ ഈ ഒരു ലുക്സിന്റെ ബേസിസിൽ മാത്രം എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യുന്നത് എന്തായാലും അത് ഒരു വൈസ് ഡിസിഷൻ അല്ല. ജീവിതം കുറച്ചും കൂടെ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. സ്കൂളിലുണ്ടാകുമ്പം കുട്ടിക്കളിയോ കുട്ടിപ്രേമോ അങ്ങനത്തെ കൊച്ചു ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ട് ഓഫ് ലവ്, അതിന്റെ ഒരു ഫീലിങ്സ് ആയിട്ടായിരിക്കും ബേസിക്കലി. ഒരു ഇൻഫാക്ച്വേഷൻ അങ്ങനത്തെ എല്ലാം ആയിരിക്കും, അല്ലാതെ ഇത് സീരിയസ് ആയിട്ട് ലവ് ആണെന്ന് എനിക്ക് ഉറപ്പില്ല. തീർച്ചയായിട്ടും ഓടിച്ചെന്ന് പറഞ്ഞിട്ട് അവസാനം പ്രണയം അല്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ രമ്യ, റീനുവിന്റെ ഒപ്പീനിയൻ ഇത് തന്നെയാണ്. കുറച്ച് നാളുകൂടി കാത്തിരുന്ന് നോക്ക്, അത് കഴിഞ്ഞിട്ടും ഇതേ ഫീലിംഗ് ഉണ്ടാവുന്നെങ്കിൽ ദാറ്റ് കുഡ് ബി ലവ്. അപ്പൊ നമ്മൾ മൂവ് ഓൺ ചെയ്യാണ് ഗൗതമി അടുത്ത പാട്ടിലേക്ക്. ചതിക്കപ്പെടാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കില്ല, എന്നാലും ചിലപ്പോഴെങ്കിലുമൊക്കെ പ്രണയത്തിൽ പറ്റിക്കപ്പെടാറുണ്ട്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാണ്, എന്റെ കൂടെയുണ്ട് ഗൗതമി. യെസ്, ഗൗതമി എന്ന് വെറുതെ അല്ലാട്ടോ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ലവ് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് തരുകയാണ്. ഇടയ്ക്ക് ഞാനും ഗൗതമിയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബിജു ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഈ കുട്ടി ബിജുവിനെ ഇട്ടിട്ട് പോയി. അവളുടെ സ്വഭാവത്തിന് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 yearsന് ശേഷം അവൾ തിരിച്ചു വന്നിരിക്കുക. അപ്പൊ ഈ 2 വർഷം ബിജുവളെ മറന്നിട്ടില്ല. ബട്ട് ഷീ വാസ് ഇൻ സം അതർ റിലേഷൻഷിപ്പ്. 2 years കഴിഞ്ഞപ്പോൾ അവൾ വന്ന് പറയാണ്, ഞാൻ ചേഞ്ച്ഡ് ആയി, ഞാനിപ്പോ പഴയ പോലെ അല്ല. ബിജുവിന് ഡൗട്ടാണ്, എന്താ ചെയ്യണ്ടേ? I would say give her a chance കൊടുക്കുക. See what happens, but completely trust ചെയ്യരുത്. Let her prove her worth
എന്നെ പിന്നെയും ട്രസ്റ്റ് ചെയ്യാം, ഞാൻ ഇനിയും അങ്ങനെ വേറെ റിലേഷൻഷിപ്പോ വേറെ ആളെ ഇഷ്ടപ്പെടാൻ അങ്ങനെ ഇട്ടിട്ട് പോകുന്നൊരു സാഹചര്യം ഒന്നും ഉണ്ടാക്കത്തില്ലെന്നൊരു രീതിയിൽ ലെറ്റ് ഹർ പ്രൂവ് ഹർ വർത്ത് ടു യു. ആൻഡ് ദെൻ ഇഫ് യു ആർ 100% ഷുവർ ദറ്റ് ഷീ ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്, ഇഫ് യു ആർ ഷുവർ ദറ്റ് ഇനി അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പാണെങ്കിൽ ദെൻ യു കൻ പ്രൊസീഡ്. അല്ലാതെ വാട്ട് ഐ വുഡ് സേ ഈസ് ഗിവ് ഹർ അനദർ ചാൻസ്, നോക്കുക കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. പിന്നെയും തിരിച്ച് അതുപോലെ തന്നെ പോവാണെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ജസ്റ്റ് ലീവ് ആൻഡ് മൂവ് ഓൺ, ബിക്കോസ് ഐ എം ഷുവർ there are a lot of other girls out there who would love to be with. ഞാനൊക്കെയാണ് ഒരു ചാൻസ് കൊടുക്കണമെങ്കിൽ ഉറപ്പാണ് അപ്പം തന്നെ കൂപ്പും കുത്തി വീണ് പ്രണയിച്ച് കഴിഞ്ഞിരിക്കും. ഓക്കെ വെൽ, അപ്പോൾ ബിജു ഒരു ചാൻസും കൂടി കൊടുക്കാം എന്നാണ് ഗൗതമി പറയുന്നത്. പക്ഷെ പൂർണ്ണമായി വിശ്വസിക്കരുത്. യെസ്. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM with ഗൗതമി and Renu.